ഉത്തമ പുരുഷനായി ചരിത്രം വായിക്കുന്ന നബി തങ്ങളുടെ സ്വാഹിബായ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച മഹാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ബാല്യകാലം മുതൽക്ക് തന്നെ നബിയുടെ സുഹൃത്തായിരുന്നു. നമ്മൾ ഉറ്റ ചങ്ക് സുഹൃത്ത് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് പിടിച്ച ഒരു സൗഭാഗ്യം ലഭിച്ച മഹാനുഭാവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം സ്വീകരിച്ച ആദ്യ പുരുഷനും കൂടിയാണ്. നമുക്കറിയാം, ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ കൂട്ടിയ കൂട്ടുകാരൻ തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത് യഖൂലു ലി സ്വഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നമുക്കറിയാം, സൗർ ഗുഹയിൽ വെച്ചിട്ട് ഭീകര സർപ്പത്തിൻ്റെ ദംസനമേറ്റുകൊണ്ട് കടിയേറ്റുകൊണ്ട് തൻ്റെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്താതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മടിയിൽ കിടക്കുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരരുത്, റസൂലുള്ള ക്ഷീണം കൊണ്ട് കിടക്കുകയാണെന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വേദനയെ പല്ലമർത്തിക്കൊണ്ട് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് വേദനയെ സഹനപൂർവ്വം സഹിച്ചുകൊണ്ട് അവിടെ നബി തങ്ങൾ ഉണരുന്നതുവരെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വേദന സഹിക്കവയ്യാതെ ആയപ്പോൾ അവസാനം കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കുകയും ആ കണ്ണുനീര് നബി തങ്ങളുടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ചുവന്ന കവിൾത്തടത്തിലേക്ക് വീണപ്പോൾ എന്തു പറ്റി അബൂബക്കറെ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഉണരുന്നുണ്ട്. അതുവരെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുകയും റസൂലിന് വേണ്ട എല്ലാവിധ കരുതലുകളും കാണിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എത്ര നല്ല കൂട്ടുകാരനായിട്ടാണ് ചരിത്രം പരാമർശിക്കുന്നത്. ഖുർആൻ തന്നെ പറയുന്നത്, ഇത് യഖൂലു ലി സ്വഹിബി, തൻ്റെ കൂട്ടുകാരനോട് അവർ പറയുകയാണ്. കൂട്ടുകാരൻ എന്ന് ഉപയോഗിച്ചത് മുഫസ്സിരീങ്ങൾ പറയുന്നത് സ്വാഹിബ് എന്നുള്ള ആ പ്രയോഗം നടത്തിയത് അബൂബക്കർ തങ്ങളെ സംബന്ധിച്ചാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വാഹിബായ ഉറ്റ കൂട്ടുകാരനായിട്ടുള്ള അബൂബക്കർ തങ്ങളോട് പറയുന്നുണ്ട്, ദുഃഖിക്കേണ്ട അബൂബക്കറെ, അള്ളാഹു നമ്മെ കൂടെയുണ്ടല്ലോ, നമ്മുടെ കൂടെ നമ്മോട് ചേർന്നുകൊണ്ട് അള്ളാഹ് ഉണ്ട്, അതുകൊണ്ട് ഈ ഒറ്റക്കുള്ള യാത്രയിൽ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സ്വാഹിബ് എന്ന പദം അബൂബക്കർ അസ്സദീഖ് അസ്വാഹിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഞാനിപ്പോൾ പ്രയോഗിച്ചതുപോലെ അസ്സദീഖ് എന്ന പദവി വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്തു. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് പ്രബോധനാർത്ഥം പറഞ്ഞയച്ചപ്പോൾ നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? മുഹമ്മദേ, നീ കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നോട് അങ്ങനെ പറഞ്ഞത്, എന്നോട് നിങ്ങളൊക്കെ കള്ളം പറയുകയാണോ മുഹമ്മദേ ഞങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു കള്ളൻ എന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ എന്നോട് നടത്തിയത്. നിങ്ങൾ എന്നെ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ വഖാല അബൂബക്കർ തങ്ങൾ പറഞ്ഞത് സ്വദഖ എന്നാണ്. സ്വദഖ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു മുസ്തഫ തങ്ങൾ സത്യമാണ് പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ പറഞ്ഞത്. അബൂബക്കറാണ് എന്നെ സത്യവാനാക്കിയത് എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സത്യത്തെ ഉടനെ വിശ്വസിച്ചവൻ, സത്യത്തെ ഉടനെ തന്നെ ആഗിരണം ചെയ്തുകൊണ്ട് പിന്നീട് ഒന്നിനും കാത്തു നിൽക്കാതെ സ്വീകരിച്ചവൻ എന്നർത്ഥത്തിലുള്ള അസ്സുദ്ദീഖ് എന്ന നാമധേയം ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട്, മൻ അഹബ്ബുൻ നാസ് ഇലൈക യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണെന്ന് ചോദിച്ചു. റസൂലിനോടൊക്കെ ചോദിക്കുമ്പോൾ വളരെ നമുക്കറിയാം, ചരിത്രമൊക്കെ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, റസൂലേ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാന്ന് ചോദിച്ചു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ആയിഷയോടാണ് പ്രത്യേകം ഭയങ്കര മഹബത്ത്, ഭയങ്കര ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിനോട് ചോദിച്ചു, റസൂലേ മിന റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആരാൻ ചോദിച്ചപ്പോൾ റസൂൽ ആദ്യം വിചാരിച്ചത് ഭാര്യമാരുടെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇഷ്ടമുണ്ടാവും, എല്ലാവരോടും നീതി കാണിക്കും, എന്നാലും ചിലരോട് ചെറിയൊരു പ്രിയം നമുക്കുണ്ടാകുമല്ലോ എന്നതും അത് അനീതിയുടെ ഭാഗമായിട്ടല്ല, ചിലതിനോട് ഒരു പ്രത്യേക പ്രിയമുണ്ടാകും. എന്നാൽ കുറച്ചാളുകൾ ചോദിച്ചു, റസൂലേ മിന റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ആരോടാണ് പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂഹ, ആയിഷയുടെ പിതാവിനോടാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ പിതാവെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അങ്ങനെ ആ കുടുംബത്തെ മുഴുവനായിട്ടും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്താണ്? അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്.
അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അബ്ദുല്ലാഹി ഇബ്നു അബി ഖുഹാഫ എന്നാണ്. അബ്ദുല്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ ആ ഒരു പേര് അങ്ങനെ ആർക്കും അറിയാതെ പോകുന്ന സാഹചര്യം വരുന്നുണ്ട്. അബ്ദുല്ല എന്നാണ് അബൂബക്കർ തങ്ങളുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബി ഖുഹാഫയാണ്. അബൂ ഖുഹാഫയാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്. മകള് മഹദിയായിട്ടുള്ള ആയിഷ ബീവിയാണ്. ആയിഷ ബീവി അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആയിഷ ബീവി അദ്ദേഹത്തിൻ്റെ മകളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ഭാര്യയാണല്ലോ, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും കൂടിയാണ്. അപ്പോൾ ചരിത്രത്തിൽ ആയിഷ ബീവിക്കും അത്രത്തോളം സ്ഥാനമുണ്ട്. നബി തങ്ങളുടെ ഉറ്റ കൂട്ടുകാരൻ എന്നുള്ളൊരു മഹനീയ സ്ഥാനം, കൂട്ടത്തിൽ തന്നെ സ്വഹാബി വര്യന്മാരിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി എന്ന സ്ഥാനം, അതുപോലെ തന്നെ ഒരു ഇസ്ലാമിലെ ഒരു സഹോദര ബന്ധം, മുസ്ലിം എന്നുള്ള ഒരു സഹോദര ബന്ധം, അതിലുപരി തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പയാണ്, അമ്മോശനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. നമുക്കറിയാം നബി തങ്ങൾ സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി വലിയ മഹത്തരമായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെടുന്ന വളരെ ചുരുങ്ങിയ മഹത്വമുള്ള ആളുകളിൽ ഒരാളായിട്ട് നീയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അബൂബക്കറെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള സ്വർഗം കൊണ്ടാണ് ഉറപ്പിച്ചു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു. സ്വർഗത്തിൽ ഏതായാലും പ്രവേശിച്ചു, ഇനി എല്ലാ വാതിലൂടെയും പ്രവേശിക്കുന്ന ഒരു മഹത്വമുള്ള ആളുകളിൽ നീയും പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലിൻ്റെ ആഗ്രഹം നടക്കാതിരിക്കില്ലല്ലോ. ഇത് അബൂബക്കർ തങ്ങളുടെ ഉന്നതമായ സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട്. സ്വഹാബാക്കളിൽ വളരെ പ്രമുഖ സ്ഥാനം ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ഖൈഹാദിഹിൽ ഉമ്മ ബഅദ നബിയ്യിഹാ അബൂബക്കർ സുമ്മ ഉമർ എന്നുള്ള ഹദീസ് നബി തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഉമ്മത്തിൽ നബി തങ്ങൾ പറയാണ്, നബി തങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് പറയുന്ന അബൂബക്കർ തങ്ങളാണ്, പിന്നെ ഉമറാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട് ഷഹ്മുൽ ഇമാം ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബി തങ്ങളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന്, നബി തങ്ങളുടെ പ്രയോഗത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഖൈറു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയ്യിഹാ അബൂബക്കർ സുമ്മ ഉമർ എന്ന് പറയുന്നത്. ഇത് അഹ്ലുസ് സുന്നയുടെ ഏകാഭിപ്രായമാണ്, ഏകഖണ്ഡാഭിപ്രായമാണ്. ആദ്യം അബൂബക്കർ തങ്ങൾക്ക് തന്നെയാണ് സ്ഥാനമെന്ന് പറയുന്നത്. ഖിലാഫത്തായിട്ട് ബഹുമാനപ്പെട്ട ഖലീഫയായിട്ട് അബൂബക്കർ തങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഖലീഫയായിട്ട് ഹിജ്റ 11 ഏകദേശം 2 വർഷത്തോളമാണ് ഖലീഫയായിട്ട് അദ്ദേഹം ഭരണം നടത്തിയത്. അദ്ദേഹം ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉമ്മത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമുണ്ട്. അതിലൊന്നാമത്താണ് റിദ്ദത്ത് നടത്തിയ, ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാമിനെ ഇകഴ്ത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ തിരിഞ്ഞ് കളിക്കുന്ന റിദ്ദത്ത് നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള യുദ്ധം. അത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട മുസൈലത്തുൽ കസാബിനെ പോലുള്ള ആളുകൾക്കെതിരെയൊക്കെ യുദ്ധം നടത്തിക്കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്ന മഹനീയമായ ദൗത്യം ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഖുർആനിൻ്റെ സംഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനെ ഒരുമിച്ച് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടത് ബഹുമാനപ്പെട്ട അബൂബക്കർ അസ്വാഹിബ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹമാണ് വിശുദ്ധ ഖുർആനെ ഒരുമിച്ച് സമാഹരിക്കാനുള്ള ഉത്തരവ്. ഇത് വലിയ ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖിദ്മത്തായിട്ട്, സേവനമായിട്ട് കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണമേന്മകൾ പറയുമ്പോൾ അതിൽ നീതി എന്ന് പറയുന്ന ഒരു വലിയ ഒരു സിഫത്ത്, ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലളിതമായ ജീവിതം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം, ജനങ്ങളുടെ സേവനം, ഇതിനൊക്കെ സ്ഥാനം കൊടുക്കുന്ന ഒരു പ്രത്യേക ജീവിതമായിരുന്നു. മാത്രമല്ല തഖ്വ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. ലൗ കുന്ത മുത്തഖിദൻ ഖലീലൻ ലത്തഖ്തു അബൂബക്കർ ഖലീല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത ഖലീലാക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അബൂബക്കർ ആയിരിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഖലീലായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുത്തതുപോലെ തൻ്റെ ഖലീലായിട്ട് മുത്ത് മുസ്തഫ പറഞ്ഞത് അത് അബൂബക്കറിനെ ആയിരിക്കുമെന്നാണ്. അത്രക്കും മഹത്വം ചരിത്രത്തിൽ അദ്ദേഹത്തിനുണ്ട് എന്നാണ്. അങ്ങനെ ഹിജ്റ 13 അദ്ദേഹം വഫാത്തായി. ഏകദേശം നബി തങ്ങളെപ്പോലെ തന്നെ 63 വയസ്സായിരുന്നു. മസ്ജിദുൻ നബവിയിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ്, നബി തങ്ങളുടെ ഭാഗത്താണ്, നബി തങ്ങളുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയാണ്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകപ്പെടുന്ന സ്വഹാബാക്കളിലെ ശ്രേഷ്ഠരാണ്. സ്വഹാബാക്കളിലെ ഏറ്റവും വലിയ മഹത്വം കൽപ്പിക്കുന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ആ ഒരു ക്രമത്തിൽ ഒന്നാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രിദ്ദത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ പറ്റിച്ച ആളുകൾക്കെതിരെ, വഞ്ചകർക്കെതിരെ യുദ്ധം നടത്തിയ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ധാരാളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം മഹത്വങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കരുണയെ വർണ്ണിക്കുന്ന ധാരാളം കഥകളുണ്ട്. ആ കഥകളിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട
ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ, ബിലാൽ തങ്ങളെ അദ്ദേഹം മോചിപ്പിച്ചു എന്നുള്ള. ബിലാൽ തങ്ങൾ അഹദ് എന്ന് പറയുന്ന ദയനീയാവസ്ഥയുണ്ട് ചരിത്രത്തിൽ. ബിലാൽ തങ്ങളെ നെഞ്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ അധികാരി, അദ്ദേഹത്തിൻ്റെ ഉടമയായി വരുന്ന ആൾ, അടിമവർഗത്തിൽപ്പെട്ട കറുകറുത്ത ബിലാൽ തങ്ങളുടെ നെഞ്ചത്തേക്ക് ആ വലിയ ഭാരമേറിയ പാറക്കല്ല് വെക്കുകയും ചുട്ടുപൊള്ളുന്ന മണൽത്തട്ടിൽ അദ്ദേഹത്തെ കിടത്തുകയൊക്കെ ചെയ്തിട്ട് പ്രയാസപ്പെടുത്തിയ സമയത്ത് എത്ര പണം വേണം അത് ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദയനീയമായിട്ടുള്ള കാഴ്ച കണ്ടു നിൽക്കാനാകാതെ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നുണ്ട്. ഇത്രക്കും വലിയ ദയാലുവായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. യുദ്ധത്തിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുണ്ടായിരുന്നു. യുദ്ധത്തിനെതിരെ അദ്ദേഹം അതിഘോരമായിട്ട് പോരാടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ശരിയാണെങ്കിൽ പോലും അദ്ദേഹം ബാക്കിയുള്ള വിഷയത്തിലൊക്കെ വളരെ സൗമ്യനായ വ്യക്തിയായിരുന്നു. അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്കും പറയാൻ ഒരാൾ ശൂരനായിരുന്നു, ഒരാൾ വളരെ ദയാലുവായിരുന്നു. പക്ഷെ നീതി നടപ്പിലാക്കുന്നിടത്ത് രണ്ടുപേരും സമാസമമായിരുന്നു എന്ന് ചരിത്രം പരാമർശിക്കുന്ന അല്ലാഹു അവരുടെയൊക്കെ മദദ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ.